തനിക്കെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്ന് LDF കൺവീനർ ഇ പി ജയരാജൻ. ഒരാളെ കണ്ടാൽ മാറുന്നതല്ല തന്റെ രാഷ്ട്രീയമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഉപദേശം രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നുവെന്നും സമൂഹത്തിനാകെ മുഖ്യമന്ത്രി നൽകിയ സന്ദേശമാണെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ഇ പി ജയരാജനെതിരെ മാധ്യമങ്ങളടക്കം വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. ബിജെപിയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയിൽ ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ചില മാധ്യമങ്ങളും പങ്കാളികളായി. ശോഭാ സുരേന്ദ്രനെ ഒരു തവണ മാത്രമാണ് അടുത്തു കണ്ടത്. അത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ്. തന്നെ വ്യക്തിഹത്യ നടത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. ജാവദേക്കർ അപ്രതീക്ഷിതമായാണ് ഫ്ളാറ്റിലേക്ക് കടന്നു വന്നത്. ഇതുവഴി പോകുമ്പോൾ പരിചയപ്പെടാൻ കയറിയതാണെന്ന് പറഞ്ഞു. 4 മിനിറ്റ് നേരമാണ് ഫ്ളാറ്റിൽ ചിലവഴിച്ചത്. ഏതെങ്കിലും ഒരാളെ കണ്ടാൽ മാറുന്നതല്ല തന്റെ രാഷ്ട്രീയമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചോ? എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു പരിശോധന നടത്തിയോ? അന്ന് തന്നെ അന്ന് ഈ വന്നുപോയി. ഇത് ഇപ്പോഴും ഇലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. അത് ഇടതുപക്ഷ വിരുദ്ധർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായിട്ടുള്ള സുധാകരനും അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ആസൂത്രിതമാണ് ഈ പരിപാടി. വീട്ടിൽ വരുന്നവരെ ഇറക്കിവിടുന്ന സ്വഭാവമല്ല തന്റേത്. മുൻ കേന്ദ്രമന്ത്രിയായ ജാവദേക്കറും വന്നപ്പോൾ ആ മര്യാദയാണ് കാണിച്ചത്. കാണാൻ വരുന്നവരെ കുറിച്ചെല്ലാം പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാര്യങ്ങൾ ശരിയായി പരിശോധിക്കാതെയാണ് മാധ്യമങ്ങൾ തനിക്കെതിരെ വാർത്തകൾ നൽകിയതെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. കൈരളി ന്യൂസ്, കണ്ണൂർ.